നിങ്ങൾ കാണിച്ച ദാർഢ്യവും ധിക്കാരവും പേരാമ്പ്രയുടെ മണ്ണിൽ ഞങ്ങൾ ഇതാ കുഴിച്ചു മൂടുന്നു എന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ അഭിവാദ്യങ്ങൾ ജയിക്കുന്നു. നമ്മുടെ പ്രിയങ്കരായ എം പി ഷാഫി പറമ്പിൽ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. അതുവഴി അദ്ദേഹത്തെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. സ്റ്റേജിലുള്ള ആളുകൾ രണ്ട് ഭാഗത്തായി മാറി നിന്ന് ഇവിടെയുള്ള പ്രസംഗം കേൾക്കാനും പ്രസംഗിക്കുന്ന ആളുകളെ കാണാനുമുള്ള ഒരു സൗകര്യം നേതാക്കന്മാർ പ്രത്യേകം കാട്ടിക്കൊടുക്കണം എന്ന് വിനയത്തോടുകൂടി പ്രിയപ്പെട്ടവരെ, നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് 1-ൽ നിന്ന് 7 അരിക്കുളത്ത് കൂടിയോ? തൊറയൂര് തിരിച്ചു പിടിച്ചോ? ചക്കട്ടപ്പാറ 25 കൊല്ലം കഴിഞ്ഞ് പിടിച്ചോ? ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചോ? കൂത്താലി തിരിച്ചു പിടിച്ചോ? പേരാമ്പ്ര തിരിച്ചു പിടിച്ചോ? എന്ന എണ്ണിക്കോ പ്രതിപക്ഷ നേതാവിന് വാക്ക് കൊടുക്കുന്നു. പേരാമ്പ്രയിൽ UDF-ന്റെ MLA ഉണ്ടാകും. വാക്കല്ലേ? നെഞ്ചിൽ കൈവച്ച വാക്കല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗത്തിന് മുതിർന്നില്ല. പുതുയുഗ യാത്രയുടെ നായകന് പേരാമ്പ്രയുടെ ആർത്തമായ സ്വാഗതം ഈ വേദിയിൽ നേരുന്നു. ഈ ജാഥ തമ്മിലടിപ്പിക്കാനുള്ള ഗോവിന്ദമാഷ്ട ജാഥയല്ല. ഇത് വിദ്വേഷം പ്രസംഗിക്കുന്ന വർഗീയ ജാഥയല്ല. ഇത് ഈ നാടിനെ ഒരുമിപ്പിക്കുന്ന, നാടിന്റെ ഭാവിയെ സംബന്ധിച്ച് ധാരണകളുള്ള, നാടിന് വേണ്ടതെന്തോ അതറിഞ്ഞ് പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിന്റെ യാത്രയാണ്. അദ്ദേഹം ഓപ്പൺ ജീപ്പിൽ നിങ്ങളുടെ തിരിവ് എന്നോട് പറഞ്ഞു, ഇതുവരെ നടന്നതിൽ മികച്ച എണ്ണം പറഞ്ഞാൽ അതിൽ പേരാമ്പ്രയുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ വാക്ക് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് പറയുന്നു, അങ്ങ് 100 എണ്ണുമ്പോ അതിലൊന്നേതായിരിക്കും. ജയ് ഹിന്ദ്, ജയ് UDF. ബഹുമാനിയെ, നമ്മുടെ പ്രിയങ്കരായ DCC പ്രസിഡന്റായിട്ട് ഒരു പ്രിയംകുമാർ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് അദ്ദേഹം ക്ഷണിക്കുകയാണ്. ഒറ്റ വാക്ക്, ഈ ജില്ലയിൽ 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല, പേരാമ്പ്ര ഉൾപ്പെടെ 13-ൽ 13 ഔട്ട് ഓഫ് 13 അതിനായുള്ള പോരാട്ടത്തിന് ഈ യാത്ര ആവേശമേകുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ ജാതിയുടെ പ്രിയങ്കരനായ നായകൻ VD സതീഷ് നമ്മെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം നിങ്ങളെ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ ആദരവോടെ, വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്.